കണ്ടിയോ വിളിയിട്ടോ അത്ര തട്ടി ഓടിപ്പോ മീനം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാണാം നേരെ മേലക്ക് ഒരു മേലക്കോ നേരെ മേലക്ക് നേരെ അവിടെ ഒരു അസ്സലാമു സുഹൃത്തുക്കളെ, വോയേജ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമാനുള്ള പുത്തലം ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപാരനാണ്. ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ആന്ത്രോത്ത് ദ്വീപിലെ എടേത്തക്കൈ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ്, ഒരു കടലിൻ്റെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. മാസപ്പിറവി കാണാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് വീക്ഷിക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മാസപ്പിറവി നോക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനായി നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആന്ത്രോത്ത് ദ്വീപിലെ നായിബ് ഖാളി സയ്യിദ് മുഹമ്മദ് ഹുസൈൻ സഖാഫി അവരുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുമാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ആന്ത്രോത്തിനെ സംബന്ധിച്ച് ഈ മാസം നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ആഘോഷമാണ്. ഈ ചെറിയ കുട്ടികളടക്കം ഒരുപാട് പേര് നമ്മുടെ ഈ പാലത്തിന് മുകളിൽ, നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് വാട്ടർ 2 എണ്ണമുണ്ട്, ഇടയ്ക്കൊരു പാലമുണ്ട് എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് കാണാൻ സാധിക്കും. ഈ ചെറിയ കുട്ടികളടക്കം ഒരുപാട് പേര് മാസപ്പിറവി ദർശിക്കാനായിട്ട് വരും. പണ്ട് മുതലേ ഇങ്ങനെയുള്ളതായിരുന്നു. പണ്ടൊക്കെ മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പാട്ടൊന്നും വല്ലാതെ കേൾക്കുന്നില്ല. പുതിയ തലമുറക്ക് അതൊക്കെ കൈമോശം വന്നു എന്നാണ് തോന്നുന്നത്. പാട്ടൊക്കെ ധാരാളമായി കേൾക്കാമായിരുന്നു. അങ്ങനെ എല്ലാ ആളുകൾക്കും, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ആ മാസപ്പിറവി ദർശിച്ചത് അതിലൂടെ തന്നെ അറിയാൻ പറ്റും. മുത്തവാത്തിറായ ഒരു ഇൽമിലേക്ക് അതിങ്ങനെ വരാറുണ്ടായിരുന്നു. അതിൻ്റെ പ്രാധാന്യം ഈ ഹദീസുകളിലൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടെ സഹാബികൾ മാസം നോക്കിയത്, പിന്നെ അതുപോലെ മമ്പ്രം തങ്ങളവറുകൾ ഖാലിയാർക്ക് സമയത്തിന് മുമ്പേ മാസം കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കറാമത്തും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ മാസപ്പിറവിയെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നാടായതുകൊണ്ട് ഏത് സ്ഥലത്തും നോക്കിയാലും മാസപ്പിറവി കാണാൻ സാധിക്കില്ല. എല്ലാം തീരപ്രദേശമായത് കൊണ്ടുമൊക്കെ ഇതൊക്കെ ഒരു ആഘോഷമായിരുന്നു. പിന്നെ പഴയ തലമുറ എന്ന് പറയുന്നത് ദീനി കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മസാല എന്ന് പറയുന്നത് മാസം ദർശിക്കുക എന്നുള്ളത് ഫർദ് കിഫയായ സംഭവമാണ്. അതായത് സാമൂഹിക ബാധ്യതയാണ്. ആരും മാസപ്പിറവി ദർശിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ഏതെങ്കിലും ഒരാൾ ദർശിച്ചാൽ തന്നെ അഥവാ അതിന് ശ്രമിച്ചാൽ തന്നെ മറ്റുള്ളവരുടെ കുറ്റമില്ലാതെയാകുന്ന അതിനാണ് ഫർദ് കിഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഒരു ഫർദാണ്, ഫർദ് കിഫയാണ് എന്നൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾ ഒക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും മാസം നോക്കുക എന്ന പരിപാടിയിലേക്ക് വരാറുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ പുണ്യമുള്ള ഒരു സംഭവം. ഈ നാട്ടിലെ ഏറ്റവും നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള നാടുകളിൽ കാണുന്നത് എടുക്കുക എന്നത് ഇവിടെ പ്രായോഗികമല്ലാത്തതിൻ്റെ കാരണം ഇത് ചുറ്റും കടലാണ്. ഈ നാടിൻ്റെ ചുറ്റും കടലാണ്. ഇൻഫർമേഷൻ അത്രത്തോളം ഉയരാത്ത കാലഘട്ടത്തിലൊക്കെ അതൊക്കെ ഒരു വളരെ ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. ഈ സമയത്ത് നമുക്ക് ഇൻഫർമേഷന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ തന്നെയും ചില സമയങ്ങളിലൊക്കെ ഫോൺ അടക്കമുള്ളതെല്ലാം കട്ടായി പോകും. ആ സമയത്ത് നമുക്ക് ഈ ദർശനം മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ നമ്മൾ ചെയ്തു വരുന്നൊരു രീതിയാണ് മാസപ്പിറവി ദർശനം എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാവരും അതിനായിട്ട് തുനിയുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കണ്ടുകൊള്ളുന്നത്. മാസപ്പിറവി ഇവിടെ സാധാരണ നമ്മൾ മാസപ്പിറവി കാണുന്നത് പെട്ടെന്ന് മാസം കാണാനൊക്കെ എക്സ്പേർട്ടായ ഒരാളുണ്ട്. അത് ഈ നാട്ടിൽ അദ്ദേഹത്തിന് ബദറാറ്റ എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത്. വളരെ എല്ലാ കുട്ടികളും ബഹുമാനിച്ച് പറയുന്നൊരു പേരാണ് ബദറാറ്റ. ഇപ്പോൾ അത്തയിപ്പം മോൻ്റെ അത്തയിച്ച് ഒരു 5 മിനിറ്റാണ്ട് മാസം കാണേണ്ടിയിരുന്നു സാധാരണ വട്ടപ്രകാരം. ചില വെച്ചാൽ അത്തയിപ്പം മുന്നും കാണും മാതൻ മലയാളത്തിൽ മാതം കാണേണ്ടി എനിക്ക് അതിനാ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊന്തത്തിലുണ്ടാവും മാതം. 2 മാസം രണ്ടാമത്തെ മാസമെങ്കിൽ 1.5 മണിക്കൂർ മേലുണ്ടാവും മാതം. അതിങ്ങനെ രണ്ടാമത്തെ ദിവസമാണെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. അപ്പോൾ അതായത് 3/4 മണിക്കൂർ കൊണ്ട് ആ മാസം അസ്തമിക്കും. അതിപ്പോൾ ഈ എല്ലാ സമയത്തിനും 3/4 മണിക്കൂർ കിട്ടാം. ചില നാൾക്കുണ്ട് ഒരു നാളെ പിറ്റേ സമയത്തില്ല. ആ പിറ്റേ സമയത്ത് 40 മിനിറ്റ് മാതം ഉണ്ടാവും. ശരി. ഈ മാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന മറ്റേ നാൾക്കൊപ്പിച്ച് അത് ഏത് സമയങ്ങളിൽ? അത് ഏത് സമയത്തിൻ്റെ പിന്നെ മറ്റേ ചില സമയത്ത് അത്തയിപ്പം മുന്നേ മൂവി അല്ല, ചില സമയത്ത് അപ്പുറത്ത് കാണും, ചില സമയത്ത് ഈ വശത്ത്. അത് സൂര്യത്തിനർത്ഥം പോലെ. അതെങ്ങനെ നമുക്ക് അതിപ്പോ സൂര്യ ഇപ്പം മറ്റേ ഇപ്പൊ കുംഭം മീനം മേടൻ ഇടവൻ അങ്ങനെ. അപ്പോൾ സെമ്മത്ത് മാറ്റുന്നതിൻ്റെ പോലെ തെക്ക് നടക്കും മാതൻ. ഇപ്പൊ തെക്കോട്ടുള്ളത് ഏത് മാസങ്ങളിലായി? അത് കുംഭം മീനം മേടൻ ഇടവൻ ഞാറ്റല്ല. കുംഭം മീനം മേടൻ ഇടവല്ല. ഇടവൻ ഞാറ്റൽ നേരെ സെൻട്രലുള്ള വരും. അത് വരും. അല്ലാത്ത സമയങ്ങളിൽ എല്ലാ സമയത്ത് വടക്കോട്ട് വരും. അപ്പോൾ ഇതിപ്പോ ആറ്റക്ക് ഇതിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്? ഏകദേശം എത്ര എമ്പാട് വർഷം ഇപ്പൊ 10-40-50 വർഷത്തോളം ഇങ്ങനെ നോക്കുന്നത്. എല്ലാ മാസവും എല്ലാ മാസം നോക്കും. റമദാനും ഹജ്ജും ഒന്നും എല്ലാ മാസപ്രവീതി എന്നോട് ആൾക്കാർ ജനങ്ങൾ വിളിച്ചു. എല്ലാ ഹാലിമാരും 2 ഹാലിമാരും എന്നോട് വിളിച്ചു. ഇനിയിപ്പോ അവർക്ക് പിടിച്ചല്ലേ അവർക്ക് പിടിച്ചറിയിക്കും. അവരിങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും. മറപ്പാങ്കളിയാത്ത ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായത്? ഇത് മറപ്പകളി അനുഭവമില്ല. ഒരാളെ സ്വന്തമുള്ള മൊത്തം മതം കാട്ടിക്കൊടുക്കും.
മഴക്കാറും കാര്യം മഴക്കാറും കാര്യങ്ങളും ഇപ്പം കാണില്ല, പ്രത്യേകിച്ച് ചെല്ലിട്ടില്ല. മഴക്കാറും കാര്യങ്ങളുണ്ട്, ഇപ്പം മാസം കാണില്ലല്ലേ. മാസം കാണുന്ന സമയമാകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് മാസം കാണും എന്ന് തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും അടയാളങ്ങൾ അത് തെളിവാണ്ടാൽ പെട്ടെന്ന് അസ്ഥ ഇപ്പം മുന്നേ കണ്ടു. തോന്നലുണ്ടാവില്ല. 13 മിനിറ്റ് മുന്നേ ആ മാസം കാട്ടിയില്ല, ഫിറ്റാന്ന് അതിപ്പോൾ നോക്കിച്ച് പോയ അന്ന് മാസം കണ്ടല്ല, ഫിറ്റാന്ന് നോക്കുമ്പോഴത്തേക്ക് അസ്ഥ ഇപ്പം മുന്നേ 13 മിനിറ്റ് മാസം. പക്ഷെ അത് ആ മാസം എടുക്കൂലേ ഉള്ളൂ. എടുക്കും ആ മാസം കണ്ടെങ്കിലും എടുക്കില്ല. അല്ല, അത് മരുവിന് ശേഷം കണ്ടാലേ പിന്നെ എടുക്കുകയുള്ളൂ അല്ലേ? അങ്ങനെ മുമ്പ് സാധനം ഉണ്ടെന്ന് കാണിക്കും. ഇപ്പൊ നോമ്പ് പിടിച്ച സമയത്ത് തന്നെ മാസപ്പിറവി കണ്ടാൽ നമുക്ക് നോമ്പ് കിട്ടും. നോമ്പ് കിട്ടും, നോമ്പ് പിടിച്ചില്ല, നമുക്ക് കാണാൻ പിടിച്ചില്ല. അപ്പൊ നമുക്ക് മാസം കണ്ടി അപ്പൊ നമ്മ നോമ്പ് പോകാം. നോമ്പ് പോകാം. പഴയ കാലത്തുള്ള ഇപ്പൊ ഈ ഫോണൊന്നും കേട്ടില്ല സമയത്ത് ഈ മാതം കണ്ടിന്യൂ എന്തെല്ലാം ചെല്ലും. അതെങ്ങനെ അതേ മാതം കാട്ടി കൊടുത്താൽ മക്കളെ പിടിവിടും. മാതം കണ്ടിയോ വിളിവിളിയിട്ടോ അത്താഴത്തെ ചട്ടി പഠിക്കും. അത് റമദാന മാത്രമോ വേറെ എല്ലാം അതൊന്നും മുന്നത്തൊന്നും പാടി പഴയ പഴയ കാക്കാകാരന്മാർ പണ്ട് ചെല്ലി ചെയ്ത് അങ്ങനെ ആചാരത്തിൽ പട്ട് അങ്ങനെ ചെല്ലി. അതല്ല വേറെ കാരണം എല്ലാവരും എല്ലാവരും പുടിയാക്കുക. അത് പുടിയായി ഇവിടെ തെറ്റിപ്പുരല്ല ഞാൻ മാത്താവള്ളി പെരുന്നാൾക്ക് മാതം കണ്ടല്ലോ. അങ്ങനെ പെരുന്നാൾ കണ്ടന പെരുന്നാൾ അങ്ങനെ ചെല്ലാം. പെരുന്നാൾക്ക് അങ്ങനെ പെരുന്നാൾക്കൊന്നും ചെല്ലല്ലോ. തെക്കുപുറ മാത്രം ചെല്ലും. ഈ പാട്ടൊന്നും മുന്നത്തെ പാടിക്കാൻ പാട്ട് മാതം മതം കണ്ടിനിയോ വിളിവിളിയോ അത്താഴത്തെ ഷട്ടി പഠിപ്പാൻ ബാടിയള ഫസ്കി ബന്നി ലക്ഷ്മിയോ മതം കണ്ടിനിയോ വിളിവിളിയോ അത്താഴത്തെ ഷട്ടി പഠിപ്പാൻ ബാടിയള ഫസ്കി ബന്നി ലക്ഷ്മിയോ മക്കന്മാർക്കെല്ലാം ഈ പാട്ട് കൂടിയാകാം. സ്ഥിരം കണ്ടു ആ ചെടീനെ തൂക്കൽ മാതം ഉണ്ടോ? ആ മേളിലെ അടിയിൽ തൂക്കൽ അയ്യടക്ക് ആ ചെടീന് ചില ചെടീൻ്റെ അടിയും ഉണ്ടാവും. അത് തെറ്റ കാണും. പ്രതീക്ഷയുടെ മാസം നോക്കി നിൽക്കുകയാണ്. കാണാൻ സാധ്യത ഉണ്ടാ? കാണാൻ സാധ്യത ഉണ്ടെന്നാണ് അനുഭവ സമ്പത്തുള്ള ആൾക്കാർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് സമയം കൂടി നമുക്ക് കാത്തിരിക്കാം. മഗ്‌രിബ് ബാങ്കൊക്കെ കഴിഞ്ഞു. 3/4 മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ വരെ മാസം ഉണ്ടാവുമെന്നാണ് നമ്മുടെ ബദറാറ്റ നേരത്തെ പരിചയപ്പെട്ട ബദറാറ്റ പറയുന്നത്. ഇപ്പോൾ ഇതുവരെ മാസം കണ്ടിട്ടില്ല. മഗ്‌രിബ് കൊടുത്ത് കഴിഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാഞ്ചമ്മ ചെടീനെ അടക്കില്ല. നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം. ഈ രണ്ട് ഗ്യാപ്പ് ഈ രണ്ട് ചെടിയാണ്ട് ശരി അടി ആ ചെടി മേലക്ക് തൂക്കൽ നേരെ മേലക്ക് നല്ല മാഞ്ഞൂറിൽ നിന്ന് ഇപ്പൊ കാണും. വാർത്ത ചെടി കാണും. നേരെ മേലക്ക് നിൽക്കുമ്പോ നേരെ മേലക്ക് രണ്ടാൾക്കാർക്ക് കണ്ടിട്ടുണ്ട്. സമാധാനം ബദറാറ്റൊക്കെ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കാണുമെന്ന് പറഞ്ഞത്. ഇപ്പൊ മെല്ലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഏതായാലും ക്യാമറ സൂമിംഗ് ഇല്ലാത്തതുകൊണ്ട് ക്യാമറയിൽ കാണാൻ സാധ്യതയില്ല. നേരെ നോട്ടയിലോട്ടാ കാണാതെ അതിപ്പോ തെളിയുന്നത്. ഇപ്പൊ അവിടെ ഇപ്പൊ ചെടി വാങ്ങിട്ട് ശരിക്കും ഏത് രണ്ട് അടിയല്ലേ ഈ ഇമ്മക്ക് ഒരു ചെടി വാണ്ടിയ നീളുള്ള ഏടിയാണ്ടി ഒരു കോടി നീണ്ട പോലെ ആ കോടി നേരെ മേളുടെ നെടുവത്തിൽ ഉണ്ടവത്താണ്ടിയ അയ്യോ അടി വേണം. കാണണ്ട മെല്ലെ മെല്ലെ കാണണ്ട. നോട്ടയില്ല അവിടെ പോയി പഠന ശരി പാടില്ല. ശരിക്കും ഉറപ്പായിട്ട് നമുക്ക് എല്ലാറ്റും കാണും. ഇപ്പൊ തെളിഞ്ഞു മേലുണ്ട് ഏതായി ചെറിയ അടിയുടെ വേല ശരി പാടുന്ന അതിനായിട്ട് ചെറുതായിട്ട്
തെളിയുണ്ട് ഇപ്പൊ കാണ്ടിയ നേരെ ഉണ്ട് ചെടിനെ നെടുത്ത് പോകണം ആ ചെടികളെ പരന്നിയ പോലെ ആയിക്കാൻ ഇപ്പൊ ചിലപ്പോൾ വാർത്ത തെളിയുന്നത് ഇനി അസൈപ്പുണ്ട് ഈ പറഞ്ഞ ചെടിയെ നേരിയ ഈ പർപ്പിൾ ചെടി അതിനെ നേരെ നെടുവത്തെ കൂട്ടിയില്ല ഇപ്പൊ തെളിഞ്ഞു വരാം ഒരു കൈ അത് കഴിഞ്ഞോട്ടെ തെളിയും നെടുവത്തിലെ ചെടീനെ മേലക്ക് മേലൊരു 15 ചെടിയുടെ അതിനത് നീ സെന്ററിനെ ഓ വലിയ വലിയൊരു അത് പിരികത്തിലെ മുടി ഇങ്ങനെ ഉടഞ്ഞു നടന്നതിന്റെ ഇപ്പൊ കളഞ്ഞില്ല അമ്പ ഏട്ട പോയി ഇങ്ങനെ കളഞ്ഞില്ല ഇപ്പഴത്തേക്ക് വണ്ടി പോണ്ട വണ്ടി 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 இப்படி இப்ப அழியும் இல்ல இதுல കമാല മാള് കാട്ടുക കമാല അവിടെ നിന്ന് അവിടെ നിന്ന് സത്യം ചെയ്യാൻ കളിയാ ശരിക്കും നോട്ടിലോട്ട് കാണാം കമാല മാട്ടില്ല തൂക്ക് നോക്കി നേരെ കറക്റ്റ് മാതിരി കറക്റ്റ് മാതിരി ശരിയാവില്ല ചെടിയില്ല കറുത്ത പറഞ്ഞ ചെടിയില്ല പോയ രണ്ട് നീരെപ്പോഴും തീർച്ചയായിട്ടും ഇപ്പോഴേ അമ്മാർക്കും കറക്റ്റ് ചിമ്മിച്ച് നോക്കിയ ഏത് ചെടി ഏത് ചെടി മേലില്ല ഈ ചെറിയ ചെടിയില് ആ ചെടിയില് നേരെ നടുവ് ഇങ്ങനെ നോക്കി പോവാ നല്ല നോട്ടിലോട്ടാ കാണാൻ ഇപ്പൊ എങ്ങനെ എപ്പോഴും ആൾക്കാർ കണ്ടു എന്റെ മാതം ഇപ്പൊ വിളിക്കില്ല വിളിച്ചോ കണ്ടിയാ ഇനി ഏശാവുന്ന വിളിച്ചോണ്ടാവില്ല ആ മാതം കണ്ടിയ നേരത്തെ പറഞ്ഞ ബദറാറ്റിനെ എല്ലാവരും വിളിക്കുകയാണ് പലരും വിളിക്കുകയാണ് മാസത്തിനൊക്കെ വേണ്ടി മാസം നോക്കുന്നതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ബദറാറ്റ് അപ്പോൾ ബദറാറ്റൊക്കെ നേരത്തെ കണ്ടു ബദറാറ്റക്കും സഹോദരനും രണ്ടുപേർക്ക് നേരത്തെ കണ്ടു ഇപ്പോഴാണ് പലരും കണ്ടു തുടങ്ങിയത് പലർക്കും എന്നാൽ എല്ലാവരും കണ്ടിട്ടില്ല പലരെയും ഇവർ കാണിച്ചു കൊടുക്കുകയാണ് ഓക്കെ ഫിക്സ് ആയിപ്പനാ ഉറപ്പായി വിജയ് പാട്ടൊന്ന് പാടിക്കാണി മാതം കണ്ടിരിക്കുന്നു അൽഹംദുലില്ലാഹ് ബോലോ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഞാൻ കണ്ടല്ല ഈ രണ്ട് ചെടി താഴെ കാണുന്നത് രണ്ട് വലിയ ഹെഡി അതിന് നേരെ മേലെ കൂടെ ചെറിയ ഹെഡി അതിനെ മേലെ നല്ല കറക്റ്റ് മാസം കാണുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മാസം ഇപ്പൊ ഞാനും കണ്ടു എല്ലാവരും കണ്ടിരിക്കുകയാണ് മാസം കണ്ടിരിയോ
വിളിവിളി എട്ടിനിയോ അത്താളത്ത ശട്ടി വടിപ്പാൻ വറവറ വസ്കി പന്നിനിയോ കണ്ടി കണ്ടി അല്ല മുഞ്ചത്ത് കാണാൻ മുഞ്ചത്ത് കാണാം ഇപ്പൊ കാണാം ചെടീനെ ഇതാണ് നമ്മുടെ സമതാണ് ഇപ്പൊ ഫസ്റ്റ് ഇവിടെ നിന്ന് കണ്ടത് പിന്നീടാണ് മദ്രാറ്റ കണ്ട് പിന്നെ ഇവരെ കണ്ട് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പലരും കണ്ടത് ഇപ്പൊ എല്ലാവർക്കും കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഫസ്റ്റ് കാണുവാണെങ്കിൽ കറക്റ്റ് പൊസിഷനും ഡയറക്ഷൻ എന്തെങ്കിലും കാര്യങ്ങളെ മുടിയാ സോഫ്റ്റ്വെയർ നോക്കിയിട്ടാണ് ഞാൻ നോക്കിയത്. സോഫ്റ്റ്വെയർ നോക്കിയിട്ടാ അതേ സോഫ്റ്റ്വെയർ അത് ഇതെങ്ങനെ ഇതിന്റെ സംഭവം എങ്ങനെ ഇതാണ് ഇങ്ങനെ സെൻറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കാണും. മാല ഉണ്ടെങ്കിൽ ഈ റൗണ്ടില്ലേ ഈ റൗണ്ടിനുള്ളിൽ കറക്റ്റ് മാല കണ്ടിട്ട് ആള് ഈ റൗണ്ടിനുള്ളിൽ മാല കാണും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഈ മീകാണ്ടിയ തെളിവാടില്ലാതെ അതുപോലെ കിടക്കും. മാല ഉണ്ടെങ്കിൽ ഇതിനാ ഉള്ളിൽ ഈ മാല കാണും. അന്ന് ഉറപ്പ് മാല ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ കാർമേഖല ഉള്ളതുകൊണ്ട് ചില ടൈമിൽ കാണാം. എല്ലാവരും കണ്ടു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് വളരെ വ്യക്തമായിട്ട് മാസപ്പിറവി കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം എല്ലാവരും കണ്ടു. കുറെ മുമ്പ് എല്ലാവരും കാണുന്നതിന് മുമ്പ് നമ്മുടെ സമതും അതുപോലെ തന്നെ പതറാറ്റയും ഇവർ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ മാസപ്പിറവി അവിടെ വെളിവായിരിക്കുകയാണ്. അപ്പോൾ പുണ്യ റമദാൻ ആഗ്രഹമായ സന്തോഷത്തിലാണ് എല്ലാവരും ഇനി റമദാനിലേക്ക് ഇനി തറാവി നമസ്കാരവും നോമ്പും ഖുറാത്തും ഖുറാനോത്തും അതുപോലുള്ള സൽക്കർമ്മത്തിലേക്ക് പ്രവേശിക്കാനുള്ള പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾക്കൊക്കെ തോപ് ചെയ്യാനുള്ള ഒരു പുണ്യമായ ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാനാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറക്കലിനെ അപേക്ഷിക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. എല്ലാവർക്കും ആന്ധ്രോത്ത് ദ്വീപിലെ മാസപ്പിറവി നോക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തൽക്കാലം ഈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത് വരുന്നതായിരിക്കും. ബൈ.